السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. അൽ-യഖീൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സെഷനിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുതിയ കാലത്ത് ഫിലോസഫിയും അനുബന്ധ വിഷയങ്ങളും അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇൽമുൽ കലാം, ചരിത്രം, വിമർശനം, പണ്ഡിത വീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നതിനായി ജാമിയ ഹിക്കമിയ പ്രധാന മുദർരിസും ഇൽമുൽ കലാമിൽ അങ്ങേയറ്റത്തെ അഗാധ പാണ്ഡിത്യം കൈവരിച്ചവരുമായ വന്യരായ ഹസൻ ബാഖവി ഉസ്താദ് പല്ലാർ എന്ന ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇൽമുൽ കലാമിൻ്റെ ചരിത്രത്താളുകളിലൂടെ നാം ഒരു നിമിഷം കണ്ണോടിക്കുകയാണെങ്കിൽ ഇൽമുൽ കലാമിനെ നേരിടേണ്ടി വന്ന വിമർശനങ്ങളും പണ്ഡിതന്മാർക്കുണ്ടായ വ്യത്യസ്ത വീക്ഷണങ്ങളും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ചർച്ചയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇൽമുൽ കലാം, എന്താണ് പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ, എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരിക്കെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വന്യരായ ഉസ്താദിനോട് തന്നെ കൂടുതൽ അന്വേഷിച്ചറിയാം. എന്താണ് ഇൽമുൽ കലാം, അതിൻ്റെ പ്രാധാന്യം ഒന്ന് വിവരിക്കാമോ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഒരു ഇരുതല മൂർച്ചയുള്ള വിഷയമാണ് നമ്മുടെ വിഷയം. മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി പറഞ്ഞ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ വലിയ അങ്കലാപ്പും ബേജാറും ഉണ്ടാകുന്നൊരു വിഷയമാണ് ഇൽമുൽ കലാം. സലഫുകളും ഖലഫുകളും തമ്മിൽ ശക്തമായ വാഗ്വാദമുണ്ടാവുകയും അഹ്ലുസുന്നയും അതിൻ്റെ എതിരാളികളും തമ്മിൽ നിതാന്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്ത ഒരു വിഷയമാണ് ഇൽമുൽ കലാം. അള്ളാഹുവിൻ്റെ സിഫത്തായ കലാം എന്ന സിഫത്തിനെ സംബന്ധിച്ച് കൂടുതലും ചർച്ച വന്നതുകൊണ്ടാണ് ഈ ഇൽമിന് ഇൽമുൽ കലാം എന്ന് പേര് വെക്കാനുള്ള പല കാരണങ്ങളിലെ ഒരു കാരണം. അൽ കലാമു ഫീ കഥ വൽ കലാമു ഫീ കഥ എന്നായിരുന്നു ഈ വിഷയത്തിൻ്റെ ഹെഡിങ്ങുകൾ. ബാബുകൾക്കും കിതാബുകൾക്കും പകരം അൽ കലാമു ഫി സിഫാത്തില്ല, അൽ കലാമു ഫിൽ മആദി, അൽ കലാമു ഫിൽ ഹശ്രി, ഇങ്ങനെ എല്ലാ ഹെഡിങ്ങും അൽ കലാമു എന്നായതുകൊണ്ടാണ് കലാമു എന്ന് പേര് വെച്ചെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇൽമുൽ മന്തിഖിൻ്റെ പേര് നുത്ഖിനെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് ഇൽമുൽ മന്തിഖ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കലാമിനെ ശക്തിപ്പെടുത്തുകയും എതിരാളിയുമായി സംസാരിക്കാൻ വാഗ്ധോരണിയെ ബലപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് കലാമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ കെൽമ് മുറിയാക്കുക, കീറി മുറിക്കുക എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ്. ഇതുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ബന്ധങ്ങൾ മുറിക്കപ്പെടുകയും ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന
ഒരവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് ഇൽമുൽ കലാം എന്ന് പേര് വെച്ച് എന്ന് പറഞ്ഞവരും ഉണ്ട്. ജുർജാനി ഇമാം തരീഫാത്തിൽ പറഞ്ഞത്, അൽ കലാമു ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ ദാത്തില്ലാഹി തആല വ സിഫാത്തിഹി. അള്ളാഹുവിൻ്റെ സത്തയെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചും അഹ്വാൽ മുംകിനാത്തി മിനൽ മബ്ദഇ വൽ മആദ്, മുംകിനായ വസ്തുക്കളുടെ അവസ്ഥകൾ പ്രാരംഭം മുതൽ അവസാനം വരെയുള്ള നിയമങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ച്, അവസ്ഥകളെക്കുറിച്ച് പ്രതിപാദ്യം ചെയ്യുന്ന വിഷയമാണ് ഇൽമുൽ കലാം അലാ ഖാനൂനിൽ ഇസ്ലാം എന്ന് തരീഫാത്തിൽ ഇമാം ജുർജാനി പറഞ്ഞിട്ടുണ്ട്. മവാഖിഫിൽ അല്ലാമ ഈജി അൽ കലാമു ഇൽമു യുക്തദറു മഅഹു വലാ ഇസ്ബാത്തിൽ അഖായിദ് ദീനിയ ബിഇറാദിൽ ഹുജജി വദഫ്ഇ ശുബ്ഹ. സംശയങ്ങളെ ദൂരീകരിച്ചും ലക്ഷ്യങ്ങളെ കൊണ്ടുവന്നും വിശ്വാസപരമായ കാര്യങ്ങളെ സംസ്ഥാപിക്കാൻ കഴിയുന്ന ഇൽമിനാണ് ഇൽമുൽ കലാമെന്ന് പറയുന്നത് എന്ന് മവാഖിഫിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഈജി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ തങ്ങൾ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ പറഞ്ഞിട്ടുണ്ട്, ഇൽമുൻ യതളമ്മനുൽ ഹിജാജ് അൽ അഖായിദിൽ ഈമാനിയ്യ ബിൽ അദില്ലത്തിൽ അഖ്ലിയ്യ വറദ്ദി അൽ മുബ്തദിഅത്തിൽ മുൻഹരിഫീന ഫിൽ ഇഅ്തിഖാദാത്തി അൻ മദാഹിബി സലഫി വഅഹ്ലി സുന്ന. സത്യപ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുബ്തദിഈങ്ങളെയും മുഅ്തസിലാക്കളെയും ഗണ്ണിക്കുകയും ബുദ്ധിപരമായി വിശ്വാസപരമായ കാര്യങ്ങളെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇൽമിനാണ് ഇൽമുൽ കലാമി എന്ന് പറയുന്നത് എന്ന് ഇബ്നു ഖൽദൂൻ തങ്ങൾ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്, വഅമ്മൽ കലാമു ഫമഖ്സൂദുഹു ഹിമായത്തുൽ മുഅ്തഖദാത്തി അല്ലത്തി നഖലഹ അഹ്ലുസുന്ന മിനസ് സലഫിസ് സ്വാലിഹ്. തരീഫായി പറഞ്ഞതല്ല, പ്രാധാന്യം എന്നുള്ള രണ്ടാം ക്വസ്റ്റൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. ഇൽമുൽ കലാമിൻ്റെ മഖ്സൂദ് വിശ്വാസപരമായ കാര്യങ്ങളെ സംരക്ഷിക്കലാണ്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ സുരക്ഷയൊരുക്കുന്ന ഫന്നാണ് എന്നാണ് ഇമാം ഗസ്സാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത്. അതുപോലെ മുസ്തസ്ഫയിൽ ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ട്, അഖ്ലിയായ ഉലൂമുകളുണ്ട്, ദീനിയായ ഉലൂമുകളുണ്ട്. ഹന്ദസ, ഹിസാബ്, തിബ്ബ് പോലെയുള്ളതൊക്കെ അഖ്ലിയായ ഭാഗമായിട്ടും, കലാം, ഇൽമുൽ ഫിഖ്ഹ്, ഉസൂൽ ഫിഖ്ഹ്, ഇൽമുൽ ഹദീസ് പോലത്തത് ദീനിയായ ഉലൂമിൻ്റെ ഭാഗമായിട്ടും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൽമുൽ കലാം എന്ന് പറയുന്നതിന് ഇമാം ഗസ്സാലി ദീനിയായ ഉലൂമിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഹദീസും തഫ്സീറും എല്ലാം ജുസിയായ ഉലൂമാണെന്നും ഇൽമുൽ കലാം അത് കുല്ലിയായ ഇൽമാണെന്നും ഇൽമുൽ കലാമിൻ്റെ കുല്ലിയത്ത് കൂടാതെ ഈ ജുസിയായ ഉലൂമിലേക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല എന്നും മുസ്തസ്ഫയിൽ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ കലാം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഉസ്താദ് വളരെ സരളമായ ഭാഷയിൽ ആശയച്ചോർച്ചയില്ലാതെ തന്നെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ഉസ്താദ് പ്രത്യേകം അതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുമ്പോൾ ഉസ്താദ് സൂചിപ്പിച്ചിരുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഥവാ നമ്മുടെ അഖീദയിലുള്ള വിശ്വാസം അത് പിഴക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ കേരളക്കരയിലുള്ള അധികം ആൾക്കാരും ഫോളോ ചെയ്യുന്നത് അശ്അരി മദ്ഹബാണ്. അശ്അരി മദ്ഹബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ അവിടുന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിലൂടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിലൂടെ ഈ ഒരു ത്വരീഖ്, ഈ ഒരു മദ്ഹബ് പടർന്ന് പന്തലിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വികാസത്തെക്കുറിച്ച് ഉസ്താദ് ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നാൽ സന്തോഷം. നേരത്തെ പറഞ്ഞ ബാക്കിയായി. അൽ ഫിഖ്ഹുൽ അക്ബർ, ഇൽമുൻ നദർ വൽ ഇസ്തിദ്ലാൽ, ഇൽമു തൗഹീദ് വ സിഫാത്ത്, ഇൽമു ഉസൂലുദ്ദീൻ,
ഇൽമുൽ അഖീദ, ഇൽമുൽ കലാം എന്നൊക്കെ ആ ഇൽമിന് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. തസ്മിയത്തിൻ്റെ ഉജ്ജുഹൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന പേരുകളാണ് അതൊക്കെ ഉള്ളത്. അതുപോലെ പ്രാധാന്യത്തിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടി, ഫർദ് കിഫായിയാണെന്ന വിഷയത്തിൽ തർക്കമല്ല. ശർഹ് മുഹദ്ദബും തുഹ്ഫയും മറ്റുള്ള ഫിഖ്ഹിന്റെ എല്ലാ കിതാബും പരിശോധിച്ചാൽ ഫർദ് കിഫായിയാണെന്ന് കാണാൻ കഴിയും. ശത്രുക്കളുടെ മുബ്തദീങ്ങളുടെ സംശയങ്ങൾക്ക് വിധേയമായി ഈമാനികമായ വിശ്വാസപരമായ കാര്യങ്ങൾക്കല്ല ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ അതൻ നീക്കി വിശ്വാസം ശരിയാക്കൽ അവൻ്റെ മേൽ ഫർദ് ഐനാണ് എന്നും തുഹ്ഫയിൽ കാണാൻ കഴിയും. അശ്അരി ഇമാം സത്യത്തിൽ ഒരു മുഅ്തസിലായ പണ്ഡിതൻ്റെ കൂടെ ആയിരുന്നു പണ്ട് പഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ സബക്കുകളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് ശർഹക്കാരിൽ പ്രസിദ്ധമാണ്, മഷൂറാണ്. ആദ്യകാലത്തെ ഇത്തിസാൽ എന്ന് മാറി പൂർണ്ണമായും സുന്നത്ത് ജമാഅത്തിൻ്റെയും ഹക്കായ രൂപത്തിലും ബഹുമാനപ്പെട്ട അശ്അരി ഇമാം വന്ന് അശ്അരി ഇമാമിൻ്റെ ശിഷ്യന്മാരായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് വരെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇൽമുൽ അഖായിദിൻ്റെ മഹാപണ്ഡിതന്മാരും അതുമായി ഗ്രന്ഥം രചിച്ചവരും ശത്രുക്കളുമായി ഒരുപാട് സംവാദങ്ങൾ നടത്തിയവരും അത് മുഖാന്തിരം ഒരുപാട് മുഅ്മിനീങ്ങളെ ഈമാൻ സംരക്ഷിക്കുകയും സ്വർഗത്തിലേക്കുള്ള വഴി ശരിയാക്കുകയും ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത്. മറ്റൊരു ഹൈസിയത്തിലൂടെ ഇൽമുൽ കലാമിനെ നിരുത്സാഹപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്ത സംഭവങ്ങളുണ്ട്. അങ്ങോട്ട് നമ്മുടെ വിഷയം എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇൽമുൽ കലാം എന്ന പേരില്ലെങ്കിലും സ്വഹാബത്തിൻ്റെ കാലത്തും താബികളുടെ കാലത്തും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അലിയാർ തങ്ങളുടെ കാലത്തെല്ലാം ഈ മുത്തശാബിഹാരിക്കുന്ന ആയാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യം ചോദിക്കുകയും അവർക്കെതിരെ സ്വഹാബത്ത് ഗണ്ണിക്കുകയും അവർ ഓതിയ ആയത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല എന്ന് പറയുകയും ഇനിയും ചോദിക്കുകയാണെങ്കിൽ തല വേറെടുത്തും ഉനക്ക് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉമറുൽ ഫാറൂഖിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഒരാൾ, വൈലാനു ദിമഷ്കി എന്ന് പറയുന്ന ആൾ, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ആളെ പേര് കുറക്കണം. കുറച്ച് പേരിങ്ങനെ വന്ന് ഖവാരിജിയാക്കളും ഷിയാക്കളുമായി ഖദരിയാക്കൾ എന്ന പേരിലെല്ലാം വന്നുകൊണ്ട് സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ താബിഈങ്ങളുടെ കാലത്ത് എന്തായാലും അവർ സാധാരണക്കാരനായ മുസ്ലിമീങ്ങളുടെ ഈമാനിനെ ചോദ്യം ചെയ്യുകയും സംശയത്തിനെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിയപ്പോഴാണ് ആ കാലത്തെ പണ്ഡിതന്മാർ ഒരു സ്വന്തം ഇൽമായി ഇൽമുൽ കലാമിനെ കാണുകയും അതിനൊരു രൂപവും ഭാവവും കാണുകയും ചെയ്തത്. ഷിയാക്കൾ ഖവാരിജിയാക്കളെല്ലാം മുർജിയത്തിൻ്റെ അതുപോലെ കറാമിയത്ത് തുടങ്ങിയ പല പേരിലായി അറിയപ്പെടുന്ന റാഫിദിയത്ത്, ജബരിയത്ത്, ഖദരിയത്ത് തുടങ്ങിയ ആളുകളൊക്കെ വന്ന് ഇന്നത്തെ സലഫികൾ എന്നറിയപ്പെടുന്ന ആളുകൾ 8, 9, 10 ഗ്രൂപ്പാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി, തബലീഗ് ജമാഅത്ത്, മുജാഹിദിനെ എല്ലാം സുന്നത്ത് ജമാഅത്ത് എതിർക്കുന്ന വിഷയത്തിലും നമ്മുടെ തവസ്സുലും ഇസ്തിഗാസയും ശിർക്കാണെന്ന് ആരോപിക്കുന്ന വിഷയത്തിലും നമ്മളെ ഇസ്ലാമിൻ്റെ ദായരയിൽ പുറത്തായ വിഷയത്തിൽ ഏക മനസ്സുകാരായ പോലെ അവരവർ പരസ്പരം തക്ഫീറാക്കുകയും മുബത്തദിയാക്കുകയും ഇസ്ലാമിന് പുറത്തു പോക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ പുറത്താക്കിയാലും എല്ലാവരും അഹ്ലുസുന്നയെ പുറത്താക്കാനും മുശ്രിക്കാക്കാനും ഐക്യപ്പെട്ട പോലെ മുഅ്തസിലത്തും റാഫിദിയത്തും ജബരിയത്തും ഖദരിയത്തും മുർജിയത്തും കറാമിയത്തും എല്ലാം അഹ്ലുസുന്നയെ എതിർക്കുന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അവർ പരസ്പരം കാഫിറാക്കുകയും ഉപ്പയെ മകൻ, മകനെ ഉപ്പ,
ഉസ്താദിൻ്റെ ശിഷ്യനെ ഉസ്താദെല്ലാം കാഫറാക്കുന്ന രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലൂടെ നമ്മൾ ഇറങ്ങിയാൽ കാണാൻ കഴിയും. അങ്ങനെ ഹിജ്റ 118 വഫാത്തായ ജയദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ആളിലൂടെയാണ് ഈ വൃത്തികെട്ട വാദങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. 120 വഫാത്തായ സഫ്വാൻ സമർക്കന്തി അദ്ദേഹത്തിലേക്കും ജഹ്മിയ്യത്തിൻ്റെ ഈ വിഭാഗത്തിന് ചേർത്ത് പറയാറുണ്ട്. പിന്നെ ഫൽസഫയിലെ ഗ്രന്ഥങ്ങളൊക്കെ മഹ്മൂദ് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറബിയിലേക്ക് ഭാഷാന്തരം നടത്തിയപ്പോൾ, യുനാനിയിൽ നിന്ന് അറബിയിലേക്ക് ഭാഷാന്തരം നടത്തിയപ്പോൾ ആ ഫൽസഫ കലർന്ന ഒരുപാട് മോശമായ വാർത്തകളും വിശ്വാസങ്ങളും ഈ ഇൽമുൽ കലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർ ഈ ജഹ്മിയ്യത്തിൻ്റെ മദ്ഹബിനെയും മറ്റും വല്ലാതെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ കുല്ലാബ് എന്ന് പറയുന്ന 241 വഫാത്തായ വ്യക്തിയും അദ്ദേഹം ജഹ്മിയ്യത്തിനെ ഗണ്ണിക്കുകയും ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രധാന സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഖിലാഫത്തിന് മുമ്പ് ശേഷം എന്ന് പറഞ്ഞ പോലെ, കൊറോണൻ്റെ മുമ്പ് ശേഷം എന്ന് പറഞ്ഞ പോലെ ലോകത്തെ ഞെട്ടിച്ച ഒരുപാട് സ്വാലിഹീങ്ങളെയും ആലിമീങ്ങളെയും നാക്കരിഞ്ഞ, തലയരിഞ്ഞ ഒരുപാട് യുദ്ധങ്ങളുണ്ടായ, രക്തപങ്കിലമായ പോരാട്ടങ്ങളുണ്ടായ ഒരു സംവാദമായിരുന്നു ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന വാദം. നീ ഖൽഖുൽ ഖുർആൻ്റെ ആളാണോ അല്ലയോ, ഖുർആൻ മഖ്ലൂഖ് ആണോ അല്ലയോ എന്ന വിഷയങ്ങൾ വന്നുകൊണ്ട് അതാത് കാലത്ത് ഭരിക്കുന്ന രാജാക്കന്മാരെയും ഗവർണർമാരെയും ഗവൺമെൻറ്റിനെയും സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് ഈ ഇത്തരം വിഷയം കടന്നു വന്നാൽ പിന്നെ അഹ്ലുസുന്നൻ്റെ ഉലമാക്കളെ വധിക്കുകയും അവരെ ആക്രമിക്കുകയും അവരെ സംവാദത്തിന് വെല്ലുവിളിച്ച് വേണ്ട എല്ലാ ദ്രോഹങ്ങളും നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിത്യ കാഴ്ചയും പതിവായിരുന്നു ആ കാലത്ത്. അങ്ങനെ ബസ്രയിൽ അബു അലിൽ ജുബ്ബായി 303 മുഅ്തസിലി നേതാവായി. ഒരു കാലത്ത് അബുൽ ഹസൻ അശ്ശരി തങ്ങളുടെ ഉസ്താദായിരുന്ന അബു അലിൽ ജുബ്ബായിലൂടെയാണ് ഈ ആശയം ഇങ്ങനെ വികസിച്ച് വന്നത്. പിന്നീട് അബുൽ ഹസൻ അശ്ശരി തങ്ങൾ ഉസ്താദിനെ ഒഴിവാക്കി തൗബ ചെയ്ത് മുഅ്തസിലിനെ ഗണ്ണിക്കാൻ വേണ്ടി വന്ന് ആ ഗണ്ണിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ വിഭാഗത്തിന് അഹ്ലുസുന്നത്ത് ജമാഅ എന്ന പേര്, പുതിയ പേര് വന്നതല്ല. നേരത്തെ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകുമെന്നും അതിൽ 72 വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ, അവർ അഹ്ലുസുന്നത്തുൽ ജമാഅയാണ് എന്ന് തന്നെ പരാമർശമുള്ള ഹദീസുണ്ട്. ആ പേര് ഈ കാലത്ത് വിവാദമുണ്ടായപ്പോൾ അത് അശ്അരി ഇമാമിൻ്റെ ശിഷ്യന്മാരുടെയും ആ പ്രസ്ഥാനത്തിനും ആ സംഘടനക്കും ആ പേര് വന്നു എന്ന് നാം ഷർലക്കായതിൽ പഠിച്ചിട്ടുണ്ട്. എന്നല്ല, അന്ന് മുതൽ ഒരു പുതിയ പ്രസ്ഥാനമായി അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉണ്ടായി എന്നല്ല, നേരത്തെ ഹദീസ് പരാമർശിച്ച അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന പേര് എന്തുകൊണ്ട് അർഹതയുള്ളത് അശ്അരി ഇമാമിനും അനുയായികൾക്കുമാണെന്ന് വന്നപ്പോൾ ആ പേര് അങ്ങോട്ട് ചേർത്ത് പറഞ്ഞു. അതിൽ ഷാഫി മദ്ഹബുകാരുണ്ട്, ഹനഫി മദ്ഹബുകാരുണ്ട്, മാലിക്കി മദ്ഹബുകാരുണ്ട്, ഹംബലി മദ്ഹബുകാരുണ്ട്. ഹനഫി മദ്ഹബിലെ ഭൂരിഭാഗം ആളുകളും ഇമാം അബു മൻസൂർ മാതുരിദി ഇമാമിൻ്റെ ആളുകളായിക്കൊണ്ടാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. 333 അബു മൻസൂർ മാതുരിദി ഇമാമിൻ്റെ വഫാത്തുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഖത്തീൽ ബഗ്ദാദിയുടെ അൽ ഫർഖ് ബൈന ഫിറഖിലും ഇബ്നുൽ അസീർ തങ്ങളുടെ അൽ കാമിൽ ഫി താരീഖിലും ദഹബിയുടെ താരീഖുൽ ഇസ്ലാമിലും ഇങ്ങനെ സ്വഹാബത്തിൻ്റെയും താബിന് കാലം മുതൽ ആരംഭിച്ച് ഘട്ടം ഘട്ടമായി വികസിച്ച് വീണ്ടും ഭിന്നിച്ച് വീണ്ടും വികസിച്ച് വന്ന മുഅ്തസിലി പ്രസ്ഥാനവും അവരെ ഗണ്ണിച്ചുകൊണ്ട് മഹാനായ അശ്അരി ഇമാമും അശ്അരി ഇമാമിന് ശേഷമുള്ള ഒരുപാട് പണ്ഡിതന്മാരും ക്രമമായി 9-ാം നൂറ്റാണ്ട് വരെ വന്ന ഉലമാക്കൾ അതിനകത്ത് സംബന്ധമായ കിതാബുണ്ടാക്കി റെഡിയാക്കി വന്ന കഥയും നമുക്ക് കാണാൻ കഴിയും. വളരെ സുദീർഘമായിട്ടുള്ള വിഷയമാണെന്ന് ഉസ്താദ് ആദ്യം സൂചിപ്പിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഉസ്താദ് ഒറ്റനോട്ടത്തിൽ എല്ലാ ഭാഗവും സ്പർശിച്ച് ഫൽസഫയുടെ ഭാഗങ്ങളും അതുപോലെ അന്ന് മഅ്മൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മഹത്തുക്കൾ അനുഭവിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും
പീഡനങ്ങളും ഒക്കെ ഉസ്താദ് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പരിമിതമായ സമയം അതിന് ഉതകുന്നതല്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളും ഇനിയും സ്പർശിക്കേണ്ടതുണ്ട്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഇൽമുൽ കലാമിനെ കുറിച്ച് തന്നെ അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരും എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെ, എന്തിനധികം ഈ ഇൽമുൽ കലാമിനെ മറ്റുള്ള പിഴച്ച ആശയങ്ങളിൽ നിന്നും തീർത്തും സുരക്ഷിതമാക്കി അതിനെ വലിയൊരു സംഭാവന നൽകിയ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വരെ ഈ ഇൽമുൽ കലാമിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇൽജാമുൽ അവാം അൻ ഇൽമുൽ കലാം എന്ന് പറയപ്പെടുന്നൊരു ഗ്രന്ഥം തന്നെ സാധാരണക്കാർ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടില്ല, അവരെ വിലക്കിക്കൊണ്ട് രചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹംബലി മദ്ഹബുകാർ അവരും ഇതിനെ നഖശിഖാന്തരം എതിർത്തതായിട്ട് കാണാൻ സാധിക്കും. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള വഹാബികൾ, മുജാഹിദീങ്ങൾ, നേരത്തെ ഉസ്താദിൻ്റെ സംസാരത്തിൽ അവരെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അവർ യഥാർത്ഥത്തിൽ മദ്ഹബി വിരോധികളാണെങ്കിലും അവരുടെയൊക്കെ നേതാവായ സാക്ഷാൽ ഇബ്നു തൈമിയ, അദ്ദേഹം ഹംബലി മദ്ഹബ് ഫോളോ ചെയ്തിരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പോലും എന്താക്കിയിട്ടുണ്ട്, ഇൽമുൽ കലാമിനെതിരെ രചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ എന്തായിരിക്കും അവരുടെ വിമർശനത്തിൻ്റെ കാരണങ്ങൾ, അതിനുള്ള മറുപടികളും എന്തായിരിക്കും എന്നത് ഉസ്താദ് വിശദീകരിക്കേണ്ടതുണ്ട്. 4 മദ്ഹബിൻ്റെ അയിമത്തും ഗസാലി ഇമാം അടക്കമുള്ള മുൻഗാമികളായ ഒരുപാട് ആളുകളും ഇൽമുൽ കലാമിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ലൗ യഅലമുൻ നാസു മാ ഫിൽ കലാം ലഫറൂ മിന്നു കമാ യഫിറു മിനൽ അസദ്. ഇൽമുൽ കലാമിലെ ദുരന്തങ്ങൾ ഉലമാ അറിയുകയാണെങ്കിൽ സിംഹത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന പോലെ അവരെല്ലാവരും ഇൽമുൽ കലാമിൽ നിന്ന് ഓടുമായിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഇമാം ഷാഫിഈ തങ്ങളാണ്. വത്തഫഖ ഉലമാഉ സലഫി മിൻ അഹ്ലി സുന്ന അല നഹി അനിൽ ജിദാലി വൽ ഖുസൂമാതി ഫി സിഫാത്ത് വഅല സജ്രി അൽ ഖൗലി ഫി ഇൽമുൽ കലാം. ഇൽമുൽ കലാമിലേക്ക് ആഴ്ന്നിറങ്ങലും വിവാദമായ സിഫാത്തുള്ളാഹിയെ സംബന്ധിച്ച് ചർച്ചയെ തൊട്ടും മാറി നിൽക്കണമെന്ന് സലഫിൻ്റെ ഉലമാഉ സലഫ് മുൻഗാമികളായ മുഴുവൻ ഉലമാക്കളും ഇത്തിഫാക്കായിട്ടുണ്ട് എന്ന് ഇമാം ബഗവി റഹിമഹുല്ലാഹ് ശറഹു സുന്നയിൽ വിശദമായി പറയുന്നുണ്ട്. ഇമാമുന ഷാഫി തങ്ങൾ തന്നെ പറയാണ്, ഒരടിമനെ പരീക്ഷിക്കപ്പെടുക ഷിർക്ക് എന്ത് ദമ്പ് കൊണ്ട് പരീക്ഷിച്ചാലും ഖൈറുൽ ലഹു മിനൽ കലാം. ഇൽമുൽ കലാമിനേക്കാൾ നല്ല അതാണ്. ഷിർക്കല്ലാത്ത എല്ലാ ദമ്പും ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിലും ഖൈറുൽ ലഹു മിനൽ കലാം, ഇൽമുൽ കലാം കൊണ്ട് ജോലിയാകുന്നതിനേക്കാളും അവന് നല്ലത് അത്തരം ദോഷങ്ങളാണ് എന്ന് വരെ ഇമാമുന ഷാഫി വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ തഖത്തർ ബി ഖൂയി അഹ്ലി സമാനിന ഫി മന്തിഖിൻ സുമ്മൽ കലാമി തവഖൂല എന്ന് ഇമാം മഖ്ദൂം തങ്ങൾ അതിക്കിയാലും പറഞ്ഞിട്ടുണ്ടല്ലോ. മന്തിക്കും ഇൽമുൽ കലാമൊക്കെ നിങ്ങൾ ജോലിയാകണ്ട. ഹംബലി ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നിട്ടുണ്ട്, ലാ യുഫ്ലിഹു സാഹിബുൽ കലാമി അബദ. ഇൽമുൽ കലാമിൻ്റെ സാഹിബ് ഒരിക്കൽ പോലും വിജയിക്കൂല. ഉലമാഉൽ കലാമി ജനാദിക്കത്തുൻ എന്ന് മറ്റൊരു സ്ഥലത്ത് ഇമാം ഹംബലി പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, അറായിത്ത ഇൻ ജാഅഹു മന്നു വഅജ്ദലു മിൻഹു. ഇപ്പോൾ തർക്കിച്ച ആളുമായി നീ തർക്കിച്ച് വിജയിച്ചെങ്കിലും അവനേക്കാൾ ഒന്നുകൂടി അജിതലായ താർക്കികനായ ഒരാൾ വന്നാൽ നീ പരാജയപ്പെടുകയും നിന്റെ ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന ആശങ്ക ഇമാം മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ത്വലബൽ ഇൽമ ബിൽ കലാമി തസന്തക. ഇൽമുൽ കലാമിലൂടെ അന്വേഷിക്കുന്നവൻ ദീനിന്ന് പുറത്താണെന്ന് അബൂ യൂസുഫ് തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇമാം ഷാഫി തങ്ങളോട് നിങ്ങൾ എന്താ ഇൽമുൽ കലാമുമായി വല്ലാതെ ജോലിയാകാത്തതെന്ന് പറഞ്ഞപ്പോൾ
ഷാഫി ഇമാം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ മുനാദ നടത്തിയിട്ട് ഞാൻ പരാജയപ്പെട്ടാൽ ഫിഖ്ഹിൻ്റെ വിഷയമാണെങ്കിൽ അതൊരു ബാത്തിലായ വാദമാണ്, ഒരു ഫിസ്കിലേക്ക് ചേർക്കുന്ന വാദമാണെന്ന് പരമാവധി വരുള്ളൂ. ഇൽമുൽ കലാം ബന്ധപ്പെട്ട് സംസാരിച്ച് ഖത്ത ഉണ്ടായാൽ കുഫറിലേക്കാണ് ചേർക്കപ്പെടുക. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഖസ്മ്, ഞാനോ എൻ്റെ ഖസ്മോ കാഫറാകലിനേക്കാൾ നല്ലത് ആ പണിക്ക് പോകാതിരിക്കലാണ് എന്ന് വരെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറഞ്ഞൊരു വാദം, ഞാൻ നന്നായി ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ആളും അത് സംബന്ധമായ കിതാബ് ഉണ്ടാക്കിയ ആളുമാണ്. ഫലു അന്നി അറഫ്തു അന്നൽ കലാമ യബ്ലുഗു ബി ഇലാ മാ ബലഗ, ഞാൻ ഇപ്പോൾ എത്തിയടത്തേക്കാണ് ഇൽമുൽ കലാം എന്നെ എത്തിക്കുക എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ലമസ്തഗൽതു ബിഹി, ഞാൻ അതുമായി ബന്ധപ്പെടില്ലായിരുന്നു എന്ന് നമ്മളെ ഗസാലി ഇമാമിൻ്റെ ഷെയ്ഖ് ഇമാമുൽ ഹറമൈനി പറഞ്ഞായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ സാമ്പിളായി പറഞ്ഞതാണ്. ഇൽമുൽ കലാമിനെ സംബന്ധിച്ച് വളരെ വളരെ മോശമായി പറഞ്ഞ ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. വഖഫിൻ്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഉഖ്റവിയായ താലിമിനൊക്കെ വഖഫ് ചെയ്ത സ്വത്തിൽ നിന്ന് അവർ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വീട്ടിൽ വെക്കാൻ വരെ പാടില്ല, അത് കണ്ടവനെ നാട് കടത്തണം, കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ഇങ്ങനെയെല്ലാം വളരെ ഗൗരവത്തോടു കൂടെ ഇൽമുൽ കലാമിനെ എതിർത്ത നമ്മുടേതായ ഉലമാക്ക് തന്നെ എമ്പാടുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറുപടി നമുക്ക് അവസാനം പറയാം. ഇൽജാമുൽ അവാമിൽ എന്ന കിതാബ് തന്നെ ഇമാം ഗസാലി ഉണ്ടാക്കിയിട്ടുണ്ട്. 505 ഇമാം ഗസാലി വഫാത്താകുന്നത്. ഹിജ്റ 505 തന്നെയാണ് ആ കിതാബ് ഉണ്ടാക്കിയത്. വഫാത്താകുന്നതിൻ്റെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ആ കിതാബ് പൂർത്തിയാക്കിയതെന്നും നമുക്ക് താരീഖ് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇപ്പോൾ ഇൽജാമുൽ അവാം എന്നൊക്കെ ഇമാം ഗസാലി മടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളെ ബാധിക്കില്ല, പറയാൻ കഴിയില്ല. കാരണം വഫാത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഇൽജാമുൽ അവാം പൂർത്തിയാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് ഇമാം ഗസാലി തങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇൽജാമുൽ അവാം അൻ ഇൽമുൽ കലാം എന്ന് പേരുണ്ടെങ്കിലും അതിൻ്റെ ഒരുപാട് ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത് അവാമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ഉലമാക്കളും എല്ലാ ഖവാസും എല്ലാ മുത്താലിമീങ്ങളും ഈ ഭാഷയിൽ അവാമ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ബാധിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹദായ ഫദൽ കൊണ്ട് വളരെ സാക്കിബായ കൽബും വളരെ സ്വായിബായ റയ്യും ഇത്തരം കാര്യം മനസ്സിലാക്കാൻ ആവശ്യമായ ഫഹമും നൽകപ്പെട്ട തുലോം വിരളമായ ന്യൂനപക്ഷമായ ആളുകൾ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി അവസാനമായി ഉണ്ടായ കിതാബാണ് ഇൽജാമുൽ അവാം. അപ്പോൾ നമ്മുടെ ഈ പരിപാടി തന്നെ അതിലേക്ക് ഹൗദാകുമോ എന്നൊരു ആശങ്ക എന്നെ അലട്ടുന്നുണ്ട്. ഞാൻ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. ജവാബ് ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. അബുൽ ഹസൻ അൽ ബാഹിരി അൽ ബസരി 361, മുഹമ്മദ് ബിൻ യാക്കൂബ് അത്വായി 361 ശേഷം 360കളിൽ വഫാത്തായ, അതുപോലെ 369 വഫാത്തായ അബൂ സഹിൽ മുഹമ്മദ് സുലൈമാൻ സൈലൂഖി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ അലി ഇബ്നു മുഹമ്മദ് അൽ മഹ്ദി അത്വബരി റഹിമഹുല്ലാ 380, ഖാദി അബൂബക്കർ മുഹമ്മദ് ത്വയ്യിബ് അൽ മഅറൂഫ് ബിബിൻ ബാക്കില്ലാനി എന്ന പേര് മഅറൂഫായ 403 വഫാത്തായ ഇബ്നുൽ ബാക്കില്ലാനി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ താരീഖിൽ പറയുന്നത് കുല്ലു മുസന്നിഫിൻ ബി ബഗ്ദാദ ഇന്നമാ യൻകുലു മിൻ കുതുബിൻ നാസ് ഇലാ തസാനിഫിഹി, എല്ലാ ഗ്രന്ഥകർത്താക്കന്മാരും ബഗ്ദാദിലുള്ള എല്ലാ ഗ്രന്ഥകർത്താക്കന്മാരും അവരെ കിതാബിലേക്ക് ജനങ്ങളെ കിതാബിൽ നിന്ന് നഖല് ചെയ്യുകയാണ് ചെയ്യുക. സിവ അൽ ഖാദി അബൂബക്കർ ഫഇന്ന സദറഹു യഹ്വി ഇൽമഹു വ ഇൽമന്നാസ്, ഒരുപാട് അതുവരെയുള്ള മുഴുവൻ ജനങ്ങളെ ഇൽമും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലുണ്ട്. അദ്ദേഹം മറ്റുള്ള കിതാബൊന്നും ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹം തന്നെയാണ്
അദ്ദേഹത്തിന് ഇൽമിൻ്റെ എല്ലാ മാനദണ്ഡവും മറാജിയുമെന്ന് താരീഖ് ബഗ്ദാദിൽ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് 403-ലാണ്. അതുപോലെ മുഹമ്മദ് ബിൻ ഹസൻ ഇബ്ന് ഫൂറക്കിൽ ഇസ്ബഹാനി 406 വഫാത്തായ മഹാനാണ്. അദ്ദേഹവും ഇൽമുൽ കലാമിന് വേണ്ടി സേവനം ചെയ്യുകയും ഒരുപാട് തസാനിഫ് രചിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് മുഹ്തദിയത്തുകൾ ദുരാരോപണം പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ശല്യമുണ്ടായി. നൈസാബൂരിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ച് വിഷം കുത്തിവെച്ച് വഴിയിൽ വെച്ച് വഫാത്തായ വലിയ മഹാനാണ് മുഹമ്മദ് ബിൻ ഹസൻ അൽ ഇസ്ബഹാനി എന്നവർ. അതുപോലെ അൽ ഉസ്താദ് എന്ന പേര് അറിയപ്പെട്ട അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി ഇമാം 418 വഫാത്തായ മഹാനാണ്. അദ്ദേഹവും ഇതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളിൽ നിന്ന് ഒരുപാട് വിഷമം അനുഭവിച്ച വ്യക്തിയാണ്. അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി തങ്ങളും മുഅ്തസിലി നേതാവായ ഖാദി അബ്ദുൽ ജബ്ബാർ മുഅ്തസിലി തങ്ങളും ഒരു മുനാദറ നടന്നപ്പോൾ യുദ്ധത്തിന് മുനാദറ വന്നപ്പോൾ തന്നെ മുഅ്തസിലി പറഞ്ഞു, സുബ്ഹാന മൻ തനസ്സഹ ഫഹ്ശാ ഒന്നും ഇല്ലാത്ത റബ്ബിനെ സർവസ്തുതിയും. അസ്ലഹി ചെയ്യണം എന്നല്ലാവരും പറയാ, അള്ളാഹു താല ഷർറൊന്നും ചെയ്യൂല. ആ ഫഹ്ശായെ തൊട്ട് മുനസ്സഹായ അള്ളാഹു താല പരിശുദ്ധനാണ് എന്നാ മുനാദറ തുടക്കത്തിൽ തന്നെ മുഅ്തസിലി പറഞ്ഞത്. അപ്പോൾ അബൂ ഇസ്ഹാഖ് ഇസ്ഫറായിനി പറഞ്ഞു, സുബ്ഹാന മൻ ലാ യകൂ ഫീ മുൽക്കിഹി ഇല്ലാ മാ യശാ. ആ പ്രാസൊപ്പിച്ച് പറഞ്ഞു, ഫഹ്ശാ ഇല്ലാത്തവനെ പോലെ തന്നെ ഇല്ലാമാ യശാ ഒന്നും സംഭവിക്കാത്ത റബ്ബ് പരിശുദ്ധനാണെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ ജബ്ബാർ ചോദിച്ചു മുഅ്തസിലി, അഫ യശാ റബ്ബുനാ യുസാ, മഅസിയത്തിനെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അയസിയ റബ്ബുനാ കഹ്റൻ അയുസാ റബ്ബുനാ കഹ്റൻ. അല്ലാഹു തആല അറിയാതെ അല്ലാഹു തആല വേണ്ടെന്ന് വെച്ചാലും അല്ലാഹു തആലക്ക് മഅസിയത്ത് ചെയ്യാൻ പറ്റുമോ? അഫറഅയ്ത ഇൻ മനഅനി അൽ ഹുദാ വ ഖളാ അലയ്യ ബിർറദാ അഹ്സന ഇലയ്യ മസാ. എനിക്ക് കുഫർ കൊണ്ട് വിധിക്കുകയും എന്നെക്കൊണ്ട് ഫിസ്കിൻ്റെ പണി ചെയ്യിപ്പിക്കുകയും ചെയ്ത റബ്ബ് എനിക്ക് ഹിസാനാണോ ഇസാനാണോ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇൻകാന മനഅക മാ ഹുവ ലക, നിനക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു തടഞ്ഞതെങ്കിൽ ഫഖദ് അസാ. വൈം മനഅക മാ ഹുവ ലഹു, അള്ളാഹു തആലാന്റെ അവകാശത്തിൽപ്പെട്ട അധികാരത്തിൽപ്പെട്ട ഖൽക്കിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു തആല തടഞ്ഞതെങ്കിൽ ഫയഖ്തസു ബിറഹ്മതി മൻ യശാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കലിമത്തിൻ്റെ അവസാനം ഹംസ കൊണ്ട് അവസാനിപ്പിച്ച് അവസാന ആ മുനാദറയിൽ നിന്ന് അബ്ദുൽ ജബ്ബാർ എന്നുള്ള മുഅ്തസിലി പണ്ഡിതൻ എണീറ്റ് പോയ ഒരു സംഭവം പറയുന്നുണ്ട്. അബൂ ഇസ്ഹാഖ് ഇസ്ഫറായിനി 418 വഫാത്തായ മനുഷ്യനാണ്, വലിയ മഹാനാണ്. ഇബ്നു അസാക്കിർ തങ്ങൾ ബഹറും മുഗരിക്കുൻ സില്ലും മുത്തിരിക്കുൻ നാറും തുഹരിക്കു എന്ന് പറഞ്ഞ വലിയ മഹാനുഭാവനാണ് ഇബ്നു അസാക്കിർ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട കിതാബുണ്ടല്ലോ, ആ കിതാബ് കയ്യില്ലാത്തവൻ സുന്നിയല്ല എന്ന് വരെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അൽ ഫർഖ് ബൈന ഫറഖ് ഉണ്ടാക്കിയ അബു മൻസൂർ ബഗ്ദാദി, അബ്ദുൽ ഖാഹിർ താഹിർ 429 വഫാത്ത് തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരുപാട് ഉലമാക്കൾ ഇത് സംബന്ധമായി കിതാബുണ്ടാക്കുകയും രചിക്കുകയും ഒരുപാട് തവണ മുഅ്തസിലത്തുമായി സംവാദം നടത്തുകയും ആ സംവാദത്തിലൂടെ ഒരുപാട് മുഅ്തസിലാക്കളെ അഹ്ലുസുന്നയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലെല്ലാം മറ്റൊരു വഴിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജവാബ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞല്ലോ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇൽമുൽ കലാമായി ബന്ധപ്പെട്ട് അൽ ഹഫ്സുൽ ഫർദി എന്ന് പറയുന്ന ഒരു ശത്രുവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ മനാഖിബുൽ ഇമാം ഷാഫി എന്ന പേര് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബ് പറയാണ്, ഇമാം ഷാഫി തങ്ങൾ എതിർത്ത എല്ലാ ഇൽമുൽ കലാമും ഈ ഹഫ്സുൽ ഫർദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹഫ്സുൽ ഫർദ് നാവിലൂടെ വന്ന വാക്കൊന്നും ഒരു ആഖിറത്ത് വിശ്വാസം മുസ്ലിം പറയില്ല. എന്നിട്ടല്ല ആലിമീങ്ങൾ പറയല്, എന്നിട്ടല്ല ആക്കിൽ പറയല്.
അതുകൊണ്ട് അഫ്സുൽ ഫർദ് എന്ന് പറഞ്ഞ ഇമാമുന ഷാഫിയുമായി ഏറ്റുമുട്ടിയ ആ മുഅ്തസിലി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പറഞ്ഞത്. അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും അവൻ പറഞ്ഞതുമാണ് ഇമാമുന ഷാഫി തങ്ങൾ എതിർത്തത് എന്ന് വെക്കണമെന്ന് ഇമാം ബൈഹഖി മനാഖിബുൽ ഇമാം ഷാഫിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നാൽ ഇമാം ഷാഫിനെ മുനാദ നടത്തിയല്ലോ ഇമാം ഷാഫി തങ്ങൾ തന്നെ. ഇമാം റാസി മുനാദ നടത്തിയിട്ടുണ്ട്, അബുൽ ഹസൻ അശ്ശരി മുനാദ നടത്തിയിട്ടുണ്ട്, ഗസാലി ഇമാം മുനാദ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ മൊത്തത്തിൽ പറഞ്ഞാൽ അൽ ഖൗദു ഫി ഇൽമുൽ കലാം, ഇൽമുൽ കലാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംശയങ്ങൾ ബാക്കിയാക്കി സമയം കൊല്ലുന്നതിനെ കുറിച്ചും സാധാരണക്കാരൻ്റെ ഈമാൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുമാണ് എല്ലാ എതിർപ്പുള്ളത് എന്ന് കുല്ലിയായിട്ട് പറയാം. അതിന് നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. കാരണം ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, ലൗകാന ഫീഹിമ, ഈ ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹുണ്ടെങ്കിൽ ആകാശവും ഭൂമി നശിക്കുമായിരുന്ന ബുർഹാൻ തമാനുവിലേക്ക് സൂചനയുള്ള ആയത്ത്. അതുപോലെ അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹും കൂടി ഈ ലോകത്തുണ്ടെങ്കിൽ ഇതല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ, എല്ലാ ഇലാഹും അവർ പടച്ച പടപ്പുമായി മുന്നോട്ട് പോകും. വല അലാ ബഅദുഹും അലാ ബഅദ്, ബഅദിൻ്റെ മേലെ മേൽക്കോയ്മ കാണിക്കും, ബഅദിനെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞ ആയത്തുകളും അള്ളാഹുവിൻ്റെ ഏകത്വവും ആസ്തിക്യവും എല്ലാം അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉണ്ടാകുമ്പോൾ അതന്നെ ഇൽമുൽ കലാം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് തൗഹീദ് സ്ഥാപിക്കാൻ ആവശ്യമായ, സിഫാത്ത് സ്ഥാപിക്കാൻ ആവശ്യമായ, മആദും ഹശ്റും നശ്റും ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ നഖലിയായ തെളിവിൻ്റെ പുറമെ അഖലിയായും കൂടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇൽമുൽ കലാമിൻ്റെ സത്ത. അതിനൊരാൾ എതിർക്കാൻ പാടില്ലല്ലോ. അഖീദ ഉറപ്പിക്കാൻ ആവശ്യ വിഷയത്തിന് ഒരാളും എതിർക്കൂല. അപ്പോൾ എതിർത്തവർ മുഴുവനും പറയുന്നത് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആളുകൾക്ക് അവരെ വിളിച്ചു കൂട്ടി ഇഷ്കാൽ ഉണ്ടായിക്കൊടുത്ത് ഉള്ള ഈമാനെ വസ്വാസാക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇമാം ഗസാലിയും ഹംബലി ഇമാമും മാലിക് ഇമാമും ഷാഫി ഇമാമെല്ലാം എതിർത്തത് എന്ന് പിൽക്കാല പണ്ഡിതന്മാർ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും. അല്ലാതിരുന്നാൽ ഫർദ് കിഫായിയായ, ചിലപ്പോൾ ഫർദ് അയിന് വരെ ആയ ഈ വിഷയത്തെക്കുറിച്ച് ഹറാമാണെന്നും അത് ശിർക്ക് കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ കുറ്റമാണെന്നെല്ലാം പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഈ അഫ്സുൽ ഫർദ് വന്നിട്ടുണ്ട്. ആരാണ് ചോദിച്ചത്? അഫ്സുൽ ഫർദാണെന്ന് പറഞ്ഞു. ഷാഫി നീ നിൻ്റെ മറ്റേ വാദത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ, ഒഴിവായിട്ടുണ്ടോ എങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ പോകണം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ വലിയ ഹക്കുള്ള ഇ കെ ഹസൻ മുസ്ലിയാർ പറഞ്ഞ പോലെ ഇ കെ ഹസൻ മുസ്ലിയാർ സുഖമില്ലാതെ കൊടുക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ നേതാവായ ഒരാൾ വന്നിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തിരിഞ്ഞു കിടന്നു. വലിയ കലശല രോഗിയായി കിടക്കുന്ന സമയത്ത് പോലും സംസാരിച്ചില്ല, സലാം പറഞ്ഞില്ല, കുശലം പറഞ്ഞില്ല, തിരിഞ്ഞു കിടന്നു. വന്ന കക്ഷി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ആൾക്കാർ പറഞ്ഞിട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം പോയതിന് ശേഷമാണ് തിരിഞ്ഞ് കിടന്നത്. ഇദ്ദേഹത്തിനോടുള്ള ആ അവസാന നിമിഷം വരെയുള്ള ഈർഷ്യത ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അതേ പരിപാടി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത ഹഫ്സുൽ ഫർദിനോട് അവസാന നിമിഷം ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ ഇൽമുൽ കലാമിനെ വിമർശിച്ചതും അത് ഏത് ഹൈസിയത്തിലൂടെ എന്നുള്ളതും എന്താണ് അതിൻ്റെ ജവാബ് എന്നുള്ളതും ഇവിടെ സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളിനി കേരള സാഹചര്യത്തിലേക്ക് വന്നു നോക്കുമ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 8, 10, 12 വിഭാഗങ്ങളായി ചിന്നിച്ചിതറി കിടക്കുന്ന വഹാബിസം, അവർ പലപ്പോഴും നമ്മളെ എതിർക്കാറുള്ളത് നമ്മൾ സിഫത്ത്വാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, സിഫത്തിനെ നിഷേധിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതങ്ങനെ പറയാനുള്ള കാരണം അശ്അരിയത്തിനോടുള്ള അടങ്ങാത്ത വെറുപ്പും വിദ്വേഷവുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ വികലമായ വാദങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന് ഭാഗമുണ്ട്, അള്ളാഹുവിന് ശരീരമുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഘടിത വാദങ്ങൾ അവർ വാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സമകാലികമായിട്ട് തന്നെ ഇപ്പോഴും
ഒരുപാട് ചർച്ചകൾ അവരുടെ ഇടയിൽ തന്നെ നമുക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മുമ്പ് കാലഘട്ടത്ത് മുഅ്തസിലിയത്തിലുള്ള പല വിഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഫ്രിയത്ത് ആരോപിച്ചുകൊണ്ട് കാഫിറും മുശ്രിക്കുമൊക്കെ ആക്കുന്ന സ്വഭാവം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ വഹാബിസത്തിൽ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു സംശയമായിട്ട് ചോദിക്കാനുള്ളത് എന്തായിരിക്കും, നിലവിലുള്ള വഹാബികൾ നമുക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണമെന്നും എന്താണ് അതിനുള്ള ഒരു കാതലായിട്ടുള്ള ഒരു മറുപടി എന്നതിനെ കുറിച്ചാണ്. ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന കിതാബ് ഇമാം ഗസാലി തങ്ങൾ വഫാത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കിയ വളരെ കനം കുറഞ്ഞ ഒരു കിതാബാണ്. ഈ കിതാബ് ഉണ്ടാക്കാനുള്ള കാരണം അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ തുടങ്ങിയ യദുല്ലാഹി ഫൗക അയ്ദിഹിം തുടങ്ങിയ ഖുലൂബുൽ മുഅ്മിനീന ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ തുടങ്ങിയ യമീനുല്ലാഹി മൽആ എന്ന് തുടങ്ങിയ ഒരുപാട് ആയത്തുകളും ഹദീസുകളും പറഞ്ഞുകൊണ്ട് ഒരു ശിഷ്യൻ എഴുതി ചോദിച്ചതാണ്, അല്ല ഉസ്താദേ, ഇതെന്താണ് ഇതിനൊക്കെ അർത്ഥം? ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമുണ്ടോ? ഇല്ലെങ്കിൽ എന്തിനാ അർത്ഥമില്ലാത്ത വാക്ക് മുഹമ്മദ് നബി പറഞ്ഞത്? മുഹമ്മദ് നബിക്ക് തന്നെ മനസ്സിലായിട്ടില്ലേ എന്ന് തുടങ്ങിയ ഇന്നത്തെ വഹാബികൾക്ക് ചോദിക്കാൻ, ഇനിയും ചോദിക്കാൻ സാധ്യ എല്ലാ ചോദ്യങ്ങളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളോട് ഒരു ശിഷ്യൻ ചോദിക്കുകയും ആ ചോദ്യത്തിന് കാഫിയും ഷാഫിയുമായ ഒരു ജവാബായി ഉണ്ടായ കിതാബാണ് ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന ഈ കിതാബ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാണ്, നല്ലതാണ്. ഇപ്പോൾ കമനീയമായ പ്രിൻറ്റിങ്ങിൽ ലഭിച്ച് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇമാം ഗസാലി പറഞ്ഞതിൻ്റെ ഹാസിൽ സലഫിൻ്റെ മദ്ഹബാണ് ഇതിൽ അവലംബിക്കാവുന്ന ഏറ്റവും നല്ലത്. സലഫോണ് ഇമാം ഗസാലി ഉദ്ദേശിച്ചത് സ്വഹാബത്തും താബിഈങ്ങളുമാണെന്ന് ഇൽജാമുൽ അവാമിൻ്റെ ആദ്യത്തിന് പറയുന്നുണ്ട്. സലഫോണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഐനി മദ്ഹബ സ്വഹാബ വത്താബിഈൻ. 7 രൂപത്തിലാണ് ഇമാം ഗസാലി അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളും അല്ലാത്ത ആയത്തുകളും ഐനമാ കുന്തും അള്ളാഹുത്തല നമ്മളെ കൂടെ ഉണ്ട്, നമ്മൾ എവിടെയാണെങ്കിലും തുടങ്ങിയ ആയത്തുകൾ. അള്ളാഹു എവിടെയെന്നൊരു മുസ്ലിമത്തായ പുതിയ മുസ്ലിമിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുത്തല ആകാശനാ പറഞ്ഞപ്പോൾ തങ്ങളൊന്നും മിണ്ടാതിരുന്നതും, എല്ലാ അമലും ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. മെഹ്റാജിൽ അന്ന് തങ്ങൾ അങ്ങോട്ട് പോയി, അള്ളാഹുത്തല അർശിൻ്റെ മേലെ മുസ്തവിയായിട്ടുണ്ട്, അള്ളാഹുത്തല എല്ലാ ദിവസവും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ആയത്തുകളുണ്ട്. അതെല്ലാം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഖിയാമത്ത് നാൾ വരെ വരുന്ന അഹ്ലു സുന്നക്ക് ഒരു കൈപ്പുസ്തകമായി ഇമാം ഗസാലിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് സമ്മാനമായി തന്ന ഒരു ഗ്രന്ഥമാണ് ഇൽജാമുൽ അവാം. ആ അവാമിൽ എല്ലാവരും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആമിയും ഉണ്ട്, ആലിമുണ്ട്, ആക്കിലുണ്ട്, എല്ലാവരും ഉണ്ട്. അവാമെന്ന് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ 7 കാര്യങ്ങളാണ് ഇമാം ഗസാലി പറഞ്ഞത്. 1 തഖ്ദീസ്, 2 തസ്ദീഖ്, 3 അൽ ഇത്തിറാഹു ബിൽ അജ്സ്, 4 സുക്കൂത്ത്, 5 ഇംസാക്ക്, 6 കഫ്, 7 അത്തസ്ലീം ലി അഹ്ലിഹി. ഫഹാദി സബു വളായിഫ. ഈ 7 സംഗതികൾ എഴുത്തക്കഥ കാഫത്തു സലഫി ഉജൂബഹ അലാ കുല്ലിൽ അവാം. എല്ലാവരും ഇത് കാണാതെ പഠിക്കണമെന്നും ലാ യംബഗി യുദന്ന ബി സലഫി അൽ ഖിലാഫു ഫീ ഷൈഇൻ മിൻഹാ. ഇതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല എന്നും ഇമാം ഗസാലി പറഞ്ഞിട്ട്, ഞാൻ 2-3 ഉദാഹരണം പറയാം, പിന്നെ അതിന് മനസ്സിലാവും പോക്ക്. അപ്പോൾ മഅനാഹു അന്ന ഇദാ സമിഅൽ യദ അവിൽ ഇസ്ബഅ ഫീ ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ ഖമ്മറ തീനത ആദമ ബിയദിഹി കൽബുൽ മുഅ്മിനി ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ. ഇങ്ങനെ കേട്ടാൽ ഫയംബഗി യുലമ അന്നൽ യദ തുത്ലഖു ലിമാനയൈൻ. യദിന് 2 അർത്ഥമുണ്ട്. ഒന്ന് മാംസവും എല്ലും തൊലിയും ഞരമ്പൊക്കെ ഉള്ള അംഗം, അവയവം എന്നാണ്.
അത് ജിസ്മാണെന്നും അത് ഹാജിസാണെന്നും അതിന് ഒരുപാട് അജിസാമുകളും അയറാതും ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അംഗമാണെന്നുള്ള അജിസാമ് കൊണ്ട് മുറക്കമാണെന്നുള്ള അർത്ഥത്തിന് ഈ യദും ഇസ്ബാവും വെക്കാൻ പാടില്ല എന്ന് അജ്മാൽ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ഇത്തിഫാക്കാണ്. അതിനെതിരാണ് ഈ പറഞ്ഞ പുത്തനാശയക്കാർ. അവർ കൈയുണ്ട് കാലുണ്ട്, നമ്മളെ കൈ പോലല്ല, കുറച്ച് വലിപ്പം ഉണ്ടാവും, നമ്മളെ കാല് പോലല്ല എന്ന് പറഞ്ഞു അവരാകെ പറഞ്ഞ് വരയ്ക്കുക. കാരണം 2 കൈയുണ്ടെന്ന് പറയും, ഇപ്പം 2 കൈ യമീനാണെന്ന് പറയും. വലത്തെ കൈയിലാണ് ആ സൂര്യൻ ഭൂമി എന്ന് പറയും. അല്ലാഹു തആല വസ്സമാവാത്തു മത്വിയ്യാത്തും ബി യമീനിഹി, ആകാശം ഒന്നാകെ യമീനിൽ മത്വിയാണെന്ന് പറയും, 2 യമീനാണെന്ന് പറയും, കഥമുണ്ടെന്ന് പറയും, ഇസ്ബ ഉണ്ടെന്ന് പറയും, ചിരിക്കുമെന്ന് പറയും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയം ഉണ്ടാകുമ്പോൾ അത് ലാഹിറായ അർത്ഥം വെച്ച് 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 അവർക്ക് ആകെ അവർ ആരാധിക്കുന്ന ഇലാഹ് ശരിക്കൊരു സനമായി മാറുകയാണ്. ഇമാം ഗസാലി പറയുന്നുണ്ട്, അതമുണ്ടെന്നും ജിസ്മുണ്ടെന്നും അസബുണ്ടെന്നും മുറക്കബാണെന്ന് വെച്ചാൽ അത് ജിസ്മാണ്, അത് മഖ്ലൂക്കാണ്, അത് ഹാജിസാണ്, അതെന്നെ സനമ്. അപ്പം ആ അള്ളാഹ്ക്ക് ആരാധിക്കുന്ന ആൾ അസ്നാമിന് ആരാധിക്കുന്ന ആളാണ്, അവൻ ഇസ്ലാമിന് പുറത്തു പോയവനാണെന്ന് ഇമാം ഗസാലി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ മഹബൂദിന് ഈ അജ്സാമിൻ്റെയും അയറാദിന് ഖവാസ് ഉണ്ടെന്ന് വെച്ചാൽ, മറ്റൊന്ന് ആ രാജ്യം അവൻ്റെ കയ്യിലാണ്, ആ ജനങ്ങൾ അവൻ്റെ കയ്യിലാണ്, ആ സമ്പത്ത് മുഴുവൻ അവൻ്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ ആ യദിൻ്റെ അർത്ഥം അറബികൾ മാറ്റിവെക്കുന്നുണ്ട്. അത് മുത്തലക്കായ യദാണ്. അങ്ങനെ അർത്ഥം ഈ യദിനുണ്ട്. അതുപോലെ ഇസ്തവ എന്ന് പറയുമ്പോഴും മൊത്തത്തിൽ ഞാൻ ഒറ്റ വാക്ക് പറയണം, മുഖ്തലിഫി ആയിരിക്കുന്ന മുത്തശാബി ആയത്തിൻ്റെ എല്ലാ പദങ്ങൾക്കും ഒന്നിലധികം അർത്ഥമുണ്ടാകും. അത് ജിസ്മിൻ്റെ ഖുസൂസിയത്ത്, ഹവാദിസിൻ്റെ ഖുസൂസിയത്ത്, മുംകിനാത്തിൻ്റെ ഖുസൂസിയത്ത് ഉണ്ട് എന്നുള്ള വിഷയത്തിൽ അള്ളാഹുമായി യാതൊരു ബന്ധമില്ല എന്ന കാര്യം ഇത്തിഫാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തഅ്വീൽ ചെയ്യണം, തഅ്വീൽ ചെയ്യണം. ഈ ലാഹിർ മുറാദല്ല എന്ന് ഉറപ്പിക്കണം. പിന്നെ എന്താണ് മുറാദ്? അല്ലാഹു അഅലം എന്ന് വെക്കണം. ഒരു തഅ്വീലും വേറെ വെക്കണ്ട. മുജ്മലായ തഅ്വീലുണ്ട്, മുഫസ്സലായ തഅ്വീലുണ്ട്. എല്ലാ സലഫ് സാലിഹ്യങ്ങളും ഖലഫിലെ ഉലമാക്കളും ഈ വിഷയ തർക്കല്ല. മുതശാബി ആയത്തിന് ലാഹിർ ഒരിക്കലും വെക്കാൻ പാടില്ല എന്നും അതിന് തഅ്വീൽ ചെയ്യണമെന്നും ഇത്തിഫാക്കാണ്. എങ്ങനെ തഅ്വീൽ ചെയ്യും? ഇമാം ഗസാലി പറയുന്ന വഖദ് യുസ്തഅറു ഹാദൽ ലഫ്ളു ഐനിയൽ യദ ലിമാനൻ ആഖറ ലൈസ ദാലികൽ മാനാ ബിജിസ്മിൻ അസ്ല കമാ യുഖാലു അൽ ബൽദത്തു ഫി യദിൽ അമീർ ഫഇന്ന ദാലിക മഫ്ഹൂമുൻ വഇൻ കാൻ അമീർ മഖ്തു അലദി. അമീറിന് കൈയില്ലെങ്കിലും പറയും അമീറിൻ്റെ കയ്യിലാണ്. ഫഅൽ ആമിയി, അവാമ് സാധാരണക്കാരനും, വൈറിൽ ആമിയി സാധാരണക്കല്ലാത്ത ആളുകളും നിർബന്ധമാണ് അൻ യതഹഖഖ ഖത്അൻ വയഖീനൻ അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യുരിദ് ബിദാലിക ലഫ്ദ് ജിസ്മൻ. ഈ യത് കൊണ്ട് ജിസ്മിനെ ഉദ്ദേശിച്ചിട്ടില്ല. ഉളുവുൻ മുറക്കബുൻ മിൻ ലഹമിൻ വദമിൻ വഅദമിൻ വഅന്ന ദാലിക അലല്ലാഹി തആല മുഹാലുൻ വഹുവ അന്നു മുഖദ്ദസുൻ എന്ന് വിശ്വസിക്കൽ എല്ലാ ആമിയനും ആമിയുമല്ലാത്ത എല്ലാവർക്കും നിർബന്ധമാണ്. ഫൈൻ ഖതറ ബിബാലിഹി അന്നല്ലാഹു തആല ജിസ്മുൻ മുറക്കബുൻ മിൻ അഅളായിൻ ഫഹുവ ആബിദു സനമിൻ. അവൻ സനമിനെ ആരാധിക്കുന്ന ആളാണ്. കാരണം എല്ലാ ജിസ്മും മഖ്ലൂക്കാണ്. മഖ്ലൂക്കിൻ്റെ ഇബാദത്ത് കുഫ്റാണ്. ഇബാദത്തു സനമി ഇന്നമാ കാനത് കുഫ്റൻ ലിഅന്ന മഖ്ലൂഖുൻ എന്ന് ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്. മിസാൽ നാഖറു, വേറെ മിസാൽ, ഇദാ സമിയ സൂറത്ത ഇന്നല്ലാഹു തആല ഖലഖ ആദമ അലാ സൂറത്തിഹി റഅയ്തു റബ്ബി ഫി അഹ്സനി സൂറത്തിൻ എന്ന് കേട്ടാൽ ഫയജിബു അൻ യുഅലമ അന്ന സൂറത ഇസ്മു മുശ്തറകുൻ ഖദ് യുത്ലഖു വയുറാദു ബിൽ ഹൈഅത്തുൽ ഹാസിലത്തു ഫി അജ്സാമി മുഅല്ലഫത്തിൻ മുറക്കബത്തിൻ മുറത്തബത്തിൻ തർതീബ മഖ്സൂസ. പ്രത്യേകമായ ഘടനയും സ്വഭാവവും ഉള്ള മുംകിനായ ഹാജിസായ വസ്തുവിനുണ്ടാകുന്ന ഒരു കൈഫിയത്തിന് സൂറത്ത് എന്ന് പറയും. ഈ സൂറത്ത് ഒരിക്കലും റബ്ബിൻ്റെ ഭാഗത്ത് ഉദ്ദേശിക്കാൻ പാടില്ല. അത് കുഫ്റാണ്, ഐനുൽ കുഫ്റാണ്. വഖദ് യുത്ലഖു യുറാദു ബിഹി മാ ലൈസ ബിജിസ്മിൻ വലാ ഹൈഅത്തിൻ ബിജിസ്മിൻ. ചിലപ്പോൾ ഇത് ജിസ്മും ഹൈഅത്തും അല്ലാത്ത ചിത്ര ഉദ്ദേശം ഉണ്ടാവും. അറഫ്തു സൂറത്ത് ഹാദിൽ മസ്അല, ഇപ്പോൾ എനിക്ക് ഈ മസ്അല ചിത്രം തെളിഞ്ഞു, എനിക്ക് ആ മസ്അല മനസ്സിലായി. അപ്പോൾ സൂറത്തുൽ മസ്അല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സൂറത്ത് ഏതാണ്? അത് ജിസ്മല്ല,
അത് അറദല്ല, അത് വേറെന്തോ സംഗതിയാണ്. അപ്പോൾ സൂറത്തിന് ജിസ്മല്ലാത്ത, അറദല്ലാത്ത, മുംകിനല്ലാത്ത വേറൊരു മാനയും അറബിയിലുണ്ട്. മുസ്തറക്കായ ലഫ്ളാണ് സൂറത്ത് എന്നുള്ളത്. ഈ പാടില്ലാത്ത അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കാൻ പാടില്ല. പിന്നെ എന്തുദ്ദേശിക്കണം? ഇമാം ഗസാലി പറയുന്ന ഒന്നും ഉദ്ദേശിക്കണ്ട, എന്നോട് കൽപ്പനല്ല എന്ന്. ലം യുക്കല്ലഫ് അലൈഹി, നിന്നോട് കൽപ്പനല്ല, അതുകൊണ്ട് നിന്നെ ആഖിറത്ത് ശിക്ഷിക്കില്ല. നീ എന്തേ ആ സൂറത്ത് അർത്ഥം വെക്കാഞ്ഞത്, നീ എന്തേ ഇതിനർത്ഥം വെക്കാഞ്ഞത്, നീ എന്തേ ഇസ്ബാൻ അർത്ഥം വെക്കാഞ്ഞത് എന്ന ചോദ്യം എന്നോട് വരില്ല. അതുകൊണ്ട് ഇമാം ഗസാലി ഇൽജാമുൽ മുഴുവനും പറയുന്നത് മുതശാബിയായ പദങ്ങൾക്കെല്ലാം 2 പ്രയോഗം, 3 പ്രയോഗം, 4 പ്രയോഗം ഉണ്ടാകും. അതുകൊണ്ട് ആ ജിസ്മിൻ്റെയും അറദിൻ്റെയും മുംകിൻ്റെയും ഹാദിസിൻ്റെയും ഖുസൂസിയാത്തുള്ളത് ഒരിക്കലും റബ്ബിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. അത് ശിർക്കാണ്, കുഫ്റാണ്, ഐനു ഇബാദത്തിൽ അസ്നാമാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, പറയുകയില്ല. പിന്നുള്ളത് എന്താണ്? അള്ളാഹു തആലക്ക് പറയാൻ പറ്റിയ പദങ്ങൾ അതിനുണ്ട്. അതിനർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, റസൂൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണെന്ന് പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. അതായത് മുഫസ്സലായ തഅ്വീലില്ല, മുജ്മലായ തഅ്വീലുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കിയാൽ മതി. മുജ്മലായ തഫ്സീൽ തഅ്വീലുണ്ട്, മുഫസ്സലായ തഅ്വീലില്ല എന്നാണ് ഇമാം ഗസാലി പറയുന്നത്. അതേ സ്ഥാനത്ത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അല്ലാഹു അൽഹിമു തഅ്വീൽ ഫഖിഹു ഫിദ്ദീൻ എന്തെല്ലാം പറഞ്ഞ ഇമാം ഇബ്നു അബ്ബാസ് തങ്ങൾ വജാ റബ്ബുക എന്ന് പറഞ്ഞതിനും, അതുപോലെ നസല റബ്ബു എന്ന് പറഞ്ഞോടത്തും, യൻസിൽ റബ്ബുന തബാറക തആല എന്ന് പറഞ്ഞോടത്തും, കുലൂബുൽ മുഅ്മിനീന ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ എന്ന് പറഞ്ഞോടത്തൊക്കെ അള്ളാഹിൻ്റെ അമർ വരിക, അള്ളാഹു തആലയുടെ പ്രകാശം വരിക, അള്ളാഹു തആല കൽപ്പന വരിക എന്നെല്ലാം അർത്ഥം വെച്ചിട്ടുണ്ട്. ആ മുഫസ്സലായ തഅ്വീലും വെച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ചെറിയ പോയിന്റ്, സലഫിൻ്റെ മദ്ഹബ്, ഖലഫിൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സലഫും തീരെ തഅ്വീൽ ചെയ്യണ്ട. തഅ്വീൽ മുഫസ്സലായ തഅ്വീൽ തീരെ വേണ്ട. ഖലഫിൻ്റെ മദ്ഹബ് മുഫസ്സലായ തഅ്വീൽ ചെയ്യാം, മറ്റുള്ള ആയത്തിനും ഹദീസിനും എതിരാവാതിരുന്നാൽ മതി എന്ന അഭിപ്രായമാണ്. ഈ ഖലഫിലും തഅ്വീൽ വേണ്ടെന്ന് പറഞ്ഞവരുണ്ട്, ഈ സലഫിലും തഅ്വീൽ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ, അലിയാർ തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഇമാം സുദ്ദി തങ്ങൾ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ തഅ്വീൽ ചെയ്തതായിട്ട് കാണാൻ കഴിയും. മുഫസ്സലായ തഅ്വീൽ തന്നെ ചെയ്തതായിട്ട് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇമാം ഗസാലി തങ്ങൾ ഇൽജാമുൽ ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ കുട്ടി ഇൽമുൽ കലാം പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഇൽമുൽ കലാമിലെ ഖൗദ് ചെയ്യുകയും ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് എത്തുകയും സംശയമില്ലാത്ത ആളുകൾ സംശയം ഉണ്ടായി കൊടുക്കുകയും ആവശ്യമില്ലാത്ത അനാവശ്യമായ ഖൗദ് നടത്താൻ പാടില്ല എന്നുമാണ് ഇമാം ഗസാലി പറഞ്ഞ ഉദ്ദേശം. ഇമാം ഗസാലിയും മുമ്പുള്ള പണ്ഡിതന്മാരും ഇമാം റാസിയും അബുൽ ഹസൻ അശ്ശരി തങ്ങളെല്ലാം ഇത് സംബന്ധമായി നിരവധി കിതാബ് രചിക്കുകയും സംവാദം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ കാവൽ നൽകിയവരാണ്. അപ്പോൾ ഈ എതിർപ്പൊക്കെ 2 ഭാഗത്തെ വെക്കാം. ഒന്ന്, തഫ്സീലായ തഅ്വീൽ വേണ്ട, ഇജ്മാലിയായ തഅ്വീൽ മതി. തഫ്സീലിയായ തഅ്വീലും വിശദീകരണങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഈ സാധാരണക്കാരനും അതുപോലെ സംഭവങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കാത്ത പണ്ഡിതന്മാർക്കും ആ തഫാസീലിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങാതിരിക്കലാണ് നല്ലതെന്നും, ഖുർആനിൽ വാരിദായ ഉദാഹരണമായിട്ട് പറയാം, ബൈത്തുള്ള എന്ന് പറയുന്ന കഅബയെ പറ്റി. ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ അള്ളാഹിൻ്റെ പെരയാണ്, അതിൻ്റെ ഉള്ളിൽ അള്ളാഹു തആല ഉണ്ടാവും എന്ന് മനസ്സിലാക്കും. എന്ന് കരുതി ബൈത്തുള്ള എന്ന് പറയണ്ടേ? കുറേ കഴിഞ്ഞാൽ മനസ്സിലാവും ബൈത്തുള്ളാൻ്റെ അർത്ഥം അതല്ല എന്നാണ് മനസ്സിലാവും. വിവരമുള്ള ആളുകൾ ആഴത്തിലേക്കും തിരമാലയിലേക്ക് ഇറങ്ങി നീന്താൻ അറിയുമെങ്കിലും വിവരമില്ലാത്ത ആളെ കൂട്ടി നീന്തിയാൽ ആഴക്കടലെത്തുമ്പോൾ അവൻ മുങ്ങിപ്പോകും. അപ്പോൾ അവൻ രക്ഷപ്പെട്ടാലും അവൻ മറ്റേനെ നശിപ്പിച്ച കാരണക്കാരനാകും. അതുകൊണ്ടാണ് അവാമ് ഈ പുറത്തുള്ള വെള്ളം ആഴമില്ലാത്ത ഭാഗം പോലെ തന്നെയാണ് മറ്റേ ഭാഗത്ത് വിചാരിച്ചുകൊണ്ട് അവർ ഖൗദ് നടത്തിയാൽ ആഴക്കടലെത്തുമ്പോൾ മുങ്ങിപ്പോകും. നീന്തം അറിയുന്നവനും മുങ്ങൂലെങ്കിലും നീന്തം അറിയാത്തവനെ കൈപിടിച്ച് കൊണ്ടുപോയാൽ ഒരുപക്ഷെ 2 പേരും മുങ്ങിപ്പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് അവാമിനെയും വിവരമുള്ള ആളുകളും തന്നെ അവാമുമായി ഇത്തരം വിഷയങ്ങളിലേക്ക് ഇടപെട്ട് അവരെ ഈമാൻ നശിപ്പിക്കാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, വഹാബികൾ എന്തുകൊണ്ടാണ് കേരളക്കരയിലുള്ള സുന്നികളെ അശ്അരി മദ്ഹബ് ഫോളോ ചെയ്ത് ജീവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആ ഒരു
കർമ്മ വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ എന്തുകൊണ്ട് സിഫത്തിൻ്റെ പേരിൽ സിഫത്ത് നിഷേധികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഫ്രിയത്തും മറ്റൊക്കെ എന്തുകൊണ്ട് ആക്ഷേപിക്കൂ എന്നതിനെക്കുറിച്ച് ഉസ്താദ് സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞു. മുതശാബിഹായ ആയത്തുകളെ എങ്ങനെ അർത്ഥം വെക്കണം, മുഫസലായി വെക്കണോ മുജ്മലായിട്ട് വെക്കണോ, ഉദാഹരണ സഹിതം പല ഉദാഹരണങ്ങൾ സഹിതം തന്നെ ഇമ്മത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. ഈ വൈകിയ വേളയിൽ ഇൻഷാ അല്ലാഹ് ഏതാനും 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. തഫ്വീദിനെ കുറിച്ചും അതുപോലെ തഅ്വീലിനെ കുറിച്ച് നേരത്തെ ഉസ്താദ് പരാമർശിച്ചു. നമ്മുടെ മുൻഗാമികളെയും പിൻഗാമികളിലും ഈ തഅ്വീലും അതുപോലെ തഫ്വീദും ഒക്കെ അവരുടെ 2 വഴികളാണ്. പക്ഷേ ഇതിനോടും വഹാബികൾ എതിരായിട്ട് മറ്റൊരു വഴിയാണ് സ്വീകരിച്ചു വരുന്നത്. അത് എന്തുകൊണ്ടാണ്, ഏത് രൂപത്തിലാണ് അവരങ്ങനെ സ്വീകരിക്കുന്നത് എന്നതാണ് ഇവിടെയുള്ള സംശയം. നിലവിൽ വഹാബികൾ അല്ലാഹു തആലക്ക് യദുണ്ട്, വിരലുണ്ട്, കദമുണ്ട്, ഇസ്ബഉണ്ട്, ഫൗക്കുണ്ട് എന്നെല്ലാം പറയുന്നവർ തന്നെയാണ്. മുജസ്സിമത്തിൻ്റെ വാദത്തിൻ്റെ പുറമെ ഈ ജിസ്മും അളമും അസബും എല്ലാമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിസ്മിൻ്റെ ഖുസൂസിയത്തുള്ളതാണ് എന്ന് വരെ അവർ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാക്കദാ നസൽ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പർമന്ന് ഇറങ്ങി വന്ന് പ്രസംഗിച്ച അനുഭവമുണ്ട്. എല്ലാ മുഷബ്ബിഹത്തിനെയും എല്ലാ മുജസ്സിമത്തിനെയും അഹ്ലു സുന്ന കാഫിറാക്കുന്നില്ല, മറിച്ച് ജിസ്മിൻ്റെ ഖുസൂസിയത്ത് സമ്മതിച്ചുകൊണ്ട് തന്നെ അത്തരം ജിസ്മിയായ അയളാവും ജവാരിഹും അല്ലാഹു തആല കൊണ്ട് പറഞ്ഞവനെ കാഫിറാക്കാൻ അഹ്ലു സുന്ന ഒരു മടിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിലെ വഹാബികൾ അവരെ പ്രസംഗം കേട്ടാലും എഴുത്ത് കണ്ടാലൊക്കെ ഈ ജിസ്മിൻ്റെ ഖുസൂസിയത്തുള്ള അയളാവും ജവാരി ഉണ്ട് എന്ന് തന്നെയാണോ അവർ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മൾ അതില്ല എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മുഅത്തിലത്ത് അള്ളാഹിൻ്റെ സിഫാത്തിനെ നിഷേധിക്കുന്നവരെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ. നമ്മൾ വാജിബ സിഫാത്ത് പറയുന്നുണ്ട്, മുസ്തഹില സിഫത്ത് പറയുന്നുണ്ട്, ജായിസ സിഫത്ത് പറയുന്നുണ്ട്. ഖുർആനിലെ സുന്നത്തിൽ വന്ന എല്ലാ മുത്തശാബിഹായ പദങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അത് സത്യമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും അതിനെ കൈഫ് മജ്ഹൂലാണെന്നും അത് സംബന്ധമായി ചോദിക്കാൻ പാടില്ല എന്നും ഇനിയും ചോദിച്ചാൽ തല വെട്ടുമെന്നൊക്കെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് ആദ്യം റിവായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ വാക്ക് ഇമാം മാലിക് തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഅത്തിലത്താണ് എന്ന് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത വാദം വിദേഹത്തിൻ്റെ കാര്യം പ്രചരിപ്പിക്കുകയാണ്. നമുക്ക് ആ വാദമില്ല. അവരുടെ സിഫാത്ത് സ്ഥാപിക്കുക എന്ന അർത്ഥം വെച്ചുകൊണ്ട് അവർ പറയുന്നത് ജിസ്മിൻ്റെ ഖുസൂസിയത്താണെങ്കിൽ അത് കുഫറിലേക്കാണ് പോകുന്നത്. വേറെ വല്ല ശുബ്ഹയോ മറ്റാണെങ്കിൽ അത് ബിദ്അത്താണ്, നമ്മൾ പരസ്പരം കാഫിറാക്കൂല എന്നാണ് അത് സംബന്ധമായി നമ്മുടെ കാഴ്ചപ്പാട്. അവസാനമായി ഒരു ചോദ്യത്തോടു കൂടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഇൽമുൽ കലാമിലെ വിവിധ ചർച്ചകൾ, ഫിലോസഫിയും മറ്റ് അനുബന്ധ വിഷയങ്ങളൊക്കെ ഈ പുതിയ കാലത്ത് പുതിയ യുഗം വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടും എല്ലാവരോടും ഉസ്താദിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് ഈ സമൂഹത്തെ ഉണർത്താനുള്ളത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. ഇന്ന് ഫൈസൽ ഹസനുണ്ട് ഇവിടെ. യുക്തിവാദികളും അവരെ കൂട്ടാളികളുമെല്ലാം സംശയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വർദ്ധിപ്പിച്ച് ചോദിക്കുന്ന കാലഘട്ടമാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖാലിദ് ദിഹിനായ നമ്മളും നമ്മുടെ മുത്താലിമീങ്ങളും യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്ത് ഈമാൻ കളയാൻ പാടില്ല എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ചീത്ത കൂട്ടുകെട്ടിൻ്റെയോ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടോ വല്ല സംശയവും ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സംശയം തീരാൻ വേണ്ടി നിർബന്ധമായും ഈ വിഷയം പഠിക്കുകയും സംശയം തീർക്കുകയും ചെയ്യണം. ഒരു ദർസിലെ മുത്താലിമീങ്ങൾ ഇത് സംബന്ധമായി പഠിച്ചവരുണ്ടാകും, യുക്തിവാദത്തിൻ്റെ ഗണനം കേട്ടവരുണ്ടാകും, അതിൻ്റെ ശില്പശാലയിൽ പോയവരുണ്ടാകും. അവർ അതുമായി ഒരു ബന്ധമില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത
ഖാലിദീന മുത്താലിമീങ്ങളോട് അത്തരം ഇഷ്കാലുകൾ ഇട്ടുകൊണ്ട് അവരെ ഈമാൻ വെള്ളത്തിലാക്കരുത്. സംശയമുള്ളവരും ചോദ്യവും ഉത്തരവും പഠിച്ചു വെച്ചവരും അവരവരുടെ ഉസ്താദുമാരുമായി സ്വകാര്യമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം പങ്കെടുത്തവരുമായോ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നല്ലാതെ മുത്തവസ്സിത്തീങ്ങളായ അല്ലെങ്കിൽ അതിന് താഴെയുള്ള മുത്താലിമീങ്ങളും എല്ലാവരും കൂടിയ സദസ്സിൽ സാധാരണക്കാരനും അല്ലാത്തവരുള്ള സദസ്സിൽ ഈ ഗഹനമായ വിഷയങ്ങളിട്ട് പോയാൽ ഉത്തരം പറഞ്ഞാലും ചോദ്യം ബാക്കിയാവുന്ന അവസ്ഥ വരും. ഹംബലി ഇമാമ് മുഹാസിബിയെ ചോദ്യം ചെയ്ത സംഭവം അതാണ്. അദ്ദേഹം കിതാബുണ്ടാക്കി. ആ കിതാബിൽ വിദ്യാർത്ഥി ഇങ്ങനെ പറയുന്നു: 1 അതിന് മറുപടി, 2 അതിന് മറുപടി, 3 അതിന് മറുപടി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ജവാബ് പറഞ്ഞെങ്കിലും ഹംബലി ഇമാം പറഞ്ഞ്, നീ അവരെ വാദം കൊണ്ടുവന്നില്ലേ? തീരെ അറിയാത്ത ആൾക്കാർക്കും അവരെ വാദം നീ പഠിപ്പിച്ചില്ലേ? ആ വാദം പഠിച്ച ആൾക്കാർക്ക് സംശയം ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും, ഉത്തരം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഉത്തരം മനസ്സിലാവാതെ ചോദ്യം മാത്രം മനസ്സിലായാൽ അവൻ്റെ ഈമാൻ പോകൂലേ എന്ന പ്രതിഷേധം മഹാനായ ഹംബലി ഇമാം മുഹാസിബിയോട് കാണിച്ചിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എന്ന് പറഞ്ഞ ഒരു വഹാബിസത്തിൽ നിന്ന് സുന്നിയിലേക്ക് വന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പര് എല്ലാ പ്രസംഗത്തിനും പറയും മുത്താലിമീങ്ങളോട്, നിങ്ങളുടെ സമാജത്തിൽ വാദപ്രതിവാദം ഉണ്ടാവും, വിദ്യാർത്ഥി പാർലമെൻ്റ് ഉണ്ടാവും, ഒരു കൂട്ടർ വഹാബിയായിട്ടും ഒരു കൂട്ടർ സുന്നിയായിട്ട് അഭിനയിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആവേശം കൊണ്ട് വിജയിക്കാൻ വേണ്ടി വഹാബിസത്തിന് വേണ്ടി നന്നായി പഠിച്ച് നന്നായി ചോദിക്കും. വാചാലമായ കുട്ടികൾ ചോദിക്കുമ്പോൾ സുന്നിൻ്റെ ഭാഗത്തു നിന്ന് അത്ര മറുപടി പറയാൻ വാചാലതല്ലാത്ത ആൾക്കാർ ആകുമ്പോൾ സുന്നി തോൽക്കും, വഹാബി ജയിക്കും. ആ സദസ്സ് പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് ആ സംശയം രൂഢമൂലമായി മനസ്സിൽ ഉറക്കും, അവൻ ഭാവിയിൽ വഹാബിയാകും. അതുകൊണ്ട് നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തും അതിൻ്റെ എതിരാളി തമ്മിൽ സംസാരങ്ങളും സംവാദങ്ങളും പഠിക്കുമ്പോൾ നിങ്ങളത് ചോദ്യം ഉത്തരം ശരിക്കും പറയുമ്പോൾ ചോദ്യം ശരിക്ക് തിരിഞ്ഞിട്ട് ഉത്തരം തിരിയാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന് മൂപ്പർ എല്ലാ പ്രസംഗത്തിലും ഉപദേശിക്കാറുണ്ട്. അതുതന്നെ എനിക്കും പറയാനുള്ളത്. ഇന്ന് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ ഇംഗ്ലീഷും എല്ലാം നല്ലോണം പഠിച്ച് നിലവിലുള്ള യുക്തിവാദികളുമായ സംവാദം നന്നായി പഠിച്ച് അവരെ ഹൃദയസ്പർക്കായ ചോദ്യങ്ങൾ ഉലമാനെ മുട്ടുകുത്തിക്കുന്ന ചില സംശയങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് പബ്ലിക്കായി സഭയ്ക്ക് ചോദിക്കുമ്പോൾ, പബ്ലിക്കായി സമാജത്തിൽ ചോദിക്കുമ്പോൾ ആ ചോദ്യം മാത്രം മനസ്സിലാക്കി, പിശാചിൻ്റെ സഹായം ഉണ്ടാവുമല്ലോ, ആ മനസ്സിലാക്കിയിട്ട് പിന്നെ ആ സംശയം എങ്ങനെ നടന്ന് എല്ലാവരോടും ചോദിക്കാനോ ഉഷാറാകും, മറുപടി പറയാൻ അറിയാത്തൊരവസ്ഥ വരും. അങ്ങോട്ടാരും പോകാൻ പാടില്ല. ആരെങ്കിലും വസ്വാസായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ആളുകൾ കണ്ടുകൊണ്ട് ആ സംശയം തീർക്കുകയും അത് ഫർളായനായി അപ്പോൾ പഠിക്കൽ. അങ്ങനെ അല്ലാതെ ഇൽമുൽ കലാമുമായും ഇത്തരം സംശയങ്ങളുമായും ബന്ധമില്ലാത്ത ആളുകളെ ഈ വഴിക്ക് വിളിച്ചു വരുത്തി സംശയാലുക്കളാക്കി മടക്കി പറഞ്ഞേക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ എന്ന് ഇമാം ഗസാലി ഇൽജാമിൻ്റെ അവസാനം പറയുന്നുണ്ട്. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, എല്ലാവരെയും ഒറ്റ ഉമ്മത്താക്കും. അപ്പോൾ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത വിഭാഗം ഉണ്ടാകണമെന്നും സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നെല്ലാം ഖുർആനിൽ പറയുമ്പോൾ നമ്മൾ ഒരാളെ ഈമാൻ പോകുമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ഈമാനും പോകുന്നൊരവസ്ഥയിലേക്ക് പോകരുത് എന്ന് മാത്രം പറഞ്ഞ് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം അമൂല്യമായിട്ടുള്ള വിദ്യ നുകർന്നു തന്ന വന്യരായ ഹസൻ ബാഖവി ഉസ്താദ് ഇൽമുൽ കലാമിൻ്റെ വിവിധ മേഖലകളിലൂടെ നമ്മുടെ ചിന്തയെ ഇത്രയും സമയം ചലിപ്പിക്കുകയും ഉസ്താദിൻ്റെ സംസാരത്തിലുടനീളം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇമാം ഗസാലി റളിയല്ലാഹുവിൻ്റെ കിതാബ് ഇൽജാമുൽ അവാം. അത് കേവലം ആമിയെ മാത്രമല്ല പെടുക, ആഖിലും മുതഅല്ലിമും ആലിമും എല്ലാവരും പെടുമെന്ന് ഉസ്താദ് ഒന്നിലധികം തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്
നമ്മെ ഓർമ്മപ്പെടുത്തിയ അവസാന സമയങ്ങളിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത് ഗൂഗിളിലും മറ്റുമൊന്നും സെർച്ച് ചെയ്ത് നമ്മുടെ വിശ്വാസത്തെ വികലപ്പെടുത്തരുത് എന്നതിനെ കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസങ്ങളെല്ലാം ആഖിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം നമ്മുടെ അരികിൽ ചെലവഴിച്ച വന്നിരായ ഉസ്താദിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.